കോഴിക്കോട് ഫറൂഖ് കോട്ടക്കടവിൽ രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന ആരോപണത്തിൽ വ്യാജ ഡോക്ടർ അബു അബ്രഹാം ലൂക്കിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ആശുപത്രിക്കെതിരെയും നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം കൊടുത്തു. സംസ്ഥാനത്തെ യഥാർത്ഥ ഡോക്ടേഴ്സിന്റെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിന്റെ ദുഃഖം വലുതാണ്. ഇത് സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ MBBS 2ാം വർഷം പരീക്ഷ പോലും പാസ്സാകാത്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം സ്വീകരിക്കാനുള്ള പരമാവധി നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം സ്ഥാപനത്തിനെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ അവരെ പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണമുള്ള വിവരങ്ങൾ മെഡിക്കൽ കൗൺസിൽ ക്രോഡീകരിക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ആ പ്രവർത്തനം നടക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ തത്സമയം ചേരുകയാണ്. മിഥില, പറയൂ. എസ്കേൻ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത അബു എബ്രഹാം ലുക്ക് വ്യാജ ഡോക്ടർ അറസ്റ്റ് ഇന്ന് 10 മണിക്ക് ശേഷം രേഖപ്പെടുത്തും എന്നാണ് ഫറൂഖ് ACP അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ എനിക്കൊപ്പം ഈ TMH ആശുപത്രി അധികൃതർ, ആശുപത്രി മാനേജർ മനോജ് പാലക്കൽ ചേരുന്നുണ്ട്. ആശുപത്രിക്ക് ഈ വ്യാജ ഡോക്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒരു രോഗി മരിച്ചിരിക്കുന്നു, വ്യാജ ഡോക്ടറെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ ആശുപത്രിക്ക് പറയാനുള്ളത്? രോഗി മരിച്ചത് ചിലപ്പോൾ ഈ ഡോക്ടറുടെ കാരണം കണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് 23-ാം തീയതി രാവിലെയാണ് വ്യാജ ഡോക്ടർ എന്ന് സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അയാളെ രജിസ്റ്റർ നമ്പർ നോക്കിയപ്പം അയാൾ പാസ്സായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതോടുകൂടി ഞങ്ങൾ അയാളെ പുറത്താക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ ഡോക്ടറെ വരുത്തുന്നത് ഇപ്പം മിക്കവാറും ഹോസ്പിറ്റലിൽ ആർമോസിന് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പം നമ്മൾ ഓരോ ഇപ്പം ചിലപ്പോൾ PG സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഡോക്ടർമാരോട് ചോദിക്കും, നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അതിൻ്റെ പ്രകാരം ഇയാൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ അപ്പം വർക്ക് ചെയ്ത പരിചയമുള്ള ഓരോരുത്തർ റെഫർ ചെയ്യുന്നതാണ് ഈ ഇത്തരം ഡോക്ടേഴ്സിനെ. അപ്പോൾ ഞങ്ങൾ നല്ല ഡോക്ടർമാരാണെങ്കിൽ ഞങ്ങളെ മറ്റുള്ള ഡോക്ടേഴ്സ് ഞങ്ങളവിടെ 21ഓളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരൊക്കെ ഇതാക്കിയിട്ട് ഓരോടൊക്കെ ചോദിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ അവർക്കൊന്നും റിപ്പയറില്ല. പുറമെ പേഷ്യൻറ്റിനോട് ചോദിക്കും, വരുന്ന പേഷ്യൻറ്റിനോട് ഞങ്ങൾ റെഫർ ചെയ്യും. അപ്പോൾ അവരൊക്കെ ഇയാളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. പിന്നെ ഇയാളെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പേഷ്യൻസ് വരും ഇയാളെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുക. അപ്പോൾ ഇയാൾ 2 ദിവസം ലീവ്, ആകെ ആഴ്ചയിൽ 2 ദിവസമാണ് ഇയാൾ ഉണ്ടാവുക. ഞങ്ങൾ മറ്റുള്ള 3 ഡോക്ടർമാരുണ്ട്, അവർക്കൊക്കെ കൊടുക്കും. ഡോക്ടറെ നിയമിക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല? എന്താ പറയുക, ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ തന്നു. അത് ഞങ്ങളത് വെച്ച് ഞങ്ങളത് ആവശ്യം പെട്ടെന്ന് ഞങ്ങളൊരു അറിയുന്നില്ലല്ലോ ഇയാളൊരു വ്യാജനാണെന്നല്ല പറയാം. ഇയാൾ എല്ലാം എക്സാമിനും പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇയാൾ ലീവാണ്. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരോട് തന്നെ അവർ പറയുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മറ്റു ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ എല്ലാം അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചെറിയൊരു അപാകത പറ്റി. നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ തെറ്റ് പറ്റിയത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. നമ്മളത് കൂടുതൽ അവരോട് നോക്കില്ല. പിന്നെ ഞങ്ങൾ മറ്റ് ഡോക്ടർമാരൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ഫുൾ സെറ്റ്, അപ്പോൾ ഒരു സ്ഥിരമായിട്ടാണല്ലോ, അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റ് മുഴുവൻ സെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കയറ്റാൻ എന്തെങ്കിലും. ഇതേമാതിരി തന്നെ ഞങ്ങൾക്ക് ഗൈനക്കോളജി ഞങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഡോക്ടർ പേര് കൃത്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അബു എന്ന് മാത്രമാണ് പേര് അല്ല, അബു അബ്രഹാം ലുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇയാൾ ഞങ്ങളോട് പറഞ്ഞ എനിക്ക് 2 പേരുണ്ട് എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത്. നമുക്ക് അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കൂല. അപ്പം നമ്മൾ അയാൾ ഇബ്രാഹിം ലുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അബു ഡോക്ടർ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പേഷ്യൻസ് അടക്കം അബു ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതൊരു ഇത്രയൊന്നൊരു വിജിലൻ്റ് ആയില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചു എന്നാണ് മാനേജർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്ക് യു മിഥില ബാലൻ. എന്തായാലും വ്യാജ ഡോക്ടർ കസ്റ്റഡിയിലായി. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചെന്ന് ആശുപത്രി ഉടമ പറയുന്നു.